കേരളം വീണ്ടും ഒരു വിധി നിർണായകമായ വോട്ടെണ്ണൽ ദിനത്തിലേക്ക് അടുക്കുകയാണ്. 2026 ഏപ്രിൽ 9 നടന്ന വോട്ടെടുപ്പിൽ 78% പോളിംഗ് രേഖപ്പെടുത്തിയതോടെ ജനവിധി ആർക്ക് അനുകൂലമാകുമെന്ന കാര്യത്തിൽ മുന്നണികൾക്കിടയിൽ കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുന്നു. UDF അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുമ്പോഴും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ പിണറായി വിജയൻ മൂന്നാം ഊഴം നേടുമെന്ന അവകാശവാദവുമായി LDFും രംഗത്തുണ്ട്. ഈ സന്ദർഭത്തിലാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണങ്ങളും മുന്നണിക്കുള്ളിലെ അണിയറ നീക്കങ്ങളും പ്രസക്തമാകുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഗതിവിധികൾ നിർണ്ണയിക്കുന്നതിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങൾ UDF ക്യാമ്പുകളെ അസ്വസ്ഥമാക്കുന്നതും ഇടതുപക്ഷത്തിന് ആശ്വാസം നൽകുന്നതുമാണ്. UDF അധികാരത്തിൽ വരുമെന്നത് വെറും മാധ്യമ പ്രചാരണം മാത്രമാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ പക്ഷം. പിണറായി വിജയൻ മണ്ടനല്ല എന്ന അദ്ദേഹത്തിന്റെ പരാമർശം വലിയ ചർച്ചയായിട്ടുണ്ട്. ഇടതുപക്ഷം വലിയ ബഹളങ്ങൾ ഉണ്ടാക്കാതെ നിശബ്ദമായി തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിച്ചിട്ടുണ്ടെന്നും UDF ആഘോഷിക്കുന്ന വിജയം പിണറായി വിജയൻ തട്ടിയെടുക്കുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. ചെറിയ ഭൂരിപക്ഷത്തിന്റെ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. LDF അധികാരത്തിൽ വരുന്നത് വലിയ ഭൂരിപക്ഷത്തോടെ ആയിരിക്കില്ലെന്നും മറിച്ച് നേരിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഭരണ തുടർച്ച ഉണ്ടാവുകയെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. VD സതീശൻ ഉന്നയിക്കുന്ന 12 മന്ത്രിമാരുടെ പരാജയം എന്ന വാദം വെറും ആഗ്രഹചിന്ത മാത്രമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. രാഷ്ട്രീയ പ്രവചനങ്ങൾക്കൊപ്പം തന്നെ ഭരണ സംവിധാനത്തിലെ പോരായ്മകളെയും വെള്ളാപ്പള്ളി രൂക്ഷമായി വിമർശിച്ചു. കേരള ഇലക്ട്രിസിറ്റി ബോർഡിനെ അദ്ദേഹം ചതിയൻ ചന്തുവിനോടാണ് ഉപമിച്ചത്. ഉദ്യോഗസ്ഥർ കനത്ത ശമ്പളം വാങ്ങുന്നതല്ലാതെ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കാലാകാലങ്ങളായി വന്ന സർക്കാരുകൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സോളാർ പാനലുകൾ സ്ഥാപിച്ച് ഗ്രിഡിലേക്ക് വൈദ്യുതി നൽകുന്ന സാധാരണക്കാർക്ക് അർഹമായ പ്രതിഫലം നൽകുന്നില്ലെന്നും ഇത് ബോർഡിന്റെ വിശ്വസ്തത്തെ തകർക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വട്ടിയൂർക്കാവിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥി ശ്രീലേഖയ്ക്കെതിരെ വെള്ളാപ്പള്ളി നടത്തിയ പരാമർശങ്ങൾ NDA ക്യാമ്പിലും ചർച്ചയായി. ശ്രീലേഖയുടെ താനെന്ന ഭാവം വോട്ടർമാർക്കിടയിൽ മോശം പ്രതിച്ഛായ ഉണ്ടാക്കിയെന്നും അവർക്ക് സംഘടനാബോധമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളിൽ വെച്ചതുപോലെയാണ് രാജീവ് ചന്ദ്രശേഖർ അവരെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന സംശയമുണ്ടെന്നും അദ്ദേഹം പരിഹസിച്ചു. വെള്ളാപ്പള്ളി ഭരണ തുടർച്ച പ്രവചിക്കുമ്പോഴും LDFിലെ ഘടകകക്ഷികൾ കടുത്ത ആശങ്കയിലാണുള്ളത്. CPMനും CPIക്കും പുറമെ 24 സീറ്റുകളിലാണ് പ്രധാന ഘടകകക്ഷികൾ മത്സരിച്ചത്. എന്നാൽ ഇതിൽ എത്ര എണ്ണം ഉറപ്പിക്കാം എന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. 12 സീറ്റുകളിൽ മത്സരിച്ച് അവർക്ക് 3 മുതൽ 6 വരെ സീറ്റുകൾ മാത്രമേ പ്രതീക്ഷിക്കാനാവൂ എന്ന വിലയിരുത്തലുമുണ്ട്. പാലായിൽ ജോസ് കെ മാണിയും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും കടുത്ത പോരാട്ടമാണ് നേരിടുന്നത്. റാന്നിയിൽ പ്രമോദ് നാരായണൻ കട്ടയ്ക്ക് കട്ട നിൽക്കുന്നുണ്ടെങ്കിലും ഫലം അനിശ്ചിതത്വത്തിലാണ്. ചിറ്റൂരിൽ കൃഷ്ണൻകുട്ടിയെ പിൻഗാമിയായ അഡ്വക്കേറ്റ് K മുരുകദാസും തിരുവല്ലയിൽ മാത്യു T തോമസും വിയർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇവർക്ക് വിജയപ്രതീക്ഷയുണ്ടെങ്കിലും ഭൂരിപക്ഷം ഗണ്യമായി കുറയുമെന്നാണ് കണക്കുകൂട്ടൽ. ഏലത്തൂരിൽ AK ശശീന്ദ്രൻ പഴയ ഭൂരിപക്ഷത്തിൽ വിജയിക്കില്ലെന്ന് പാർട്ടിക്കാർ തന്നെ സമ്മതിക്കുന്നു. കുട്ടനാട്ടിൽ തോമസ് K തോമസിന്റെ വിജയത്തിന് പ്രാദേശികമായ രാഷ്ട്രീയ സമവാക്യങ്ങൾ വെല്ലുവിളിയാകുന്നുണ്ട്. കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രനും പത്തനാപുരത്ത് KB ഗണേഷ് കുമാറും കടുത്ത ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിച്ച് വിജയിക്കുമോ എന്നതിൽ ഇടത് കേന്ദ്രങ്ങൾക്ക് തന്നെ സംശയമുണ്ട്. വോട്ടെടുപ്പിന് ശേഷം പുറത്തുവന്ന സൂചനകൾ പ്രകാരം കേരളം ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണോ അതോ പിണറായിയുടെ ഭരണരീതിക്ക് അംഗീകാരം നൽകുമോ എന്നത് മെയ് 4 ഫലം വ്യക്തമാക്കും. ഭരണവിരുദ്ധ വികാരവും ക്ഷേമ പെൻഷനിലെ കുടിശ്ശികയും വൈദ്യുതി പ്രതിസന്ധിയും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. 100% ഉറപ്പോടെയാണ് തങ്ങൾ അധികാരത്തിൽ വരികയെന്ന് K സുധാകരൻ അവകാശപ്പെടുന്നു. വികസനവും സാമൂഹിക സുരക്ഷാ പദ്ധതികളും ജനങ്ങൾ തള്ളിക്കളയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആവർത്തിക്കുന്നു. വർഗീയതയ്ക്കെതിരെ തങ്ങൾ ഉയർത്തുന്ന നിലപാട് ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ 3ാം തവണയും ഒരു മുന്നണിക്ക് അധികാരത്തിൽ വരാൻ സാധിക്കുമോ എന്നത് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചോദ്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ നൽകുന്ന സൂചനകൾ ഇടതുപക്ഷത്തിന് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും താഴെത്തട്ടിലെ കണക്കുകൾ അത്ര സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവ് LDF ഘടകകക്ഷികളെ അലട്ടുന്നുണ്ട്. നിശബ്ദ വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിന്റെ അടുത്ത 5 വർഷം. UDFിന്റെ ആവേശവും LDFിന്റെ തന്ത്രങ്ങളും ഏറ്റുമുട്ടുമ്പോൾ അന്തിമ വിജയം ആർക്കൊപ്പം എന്നറിയാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ.